നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കനത്ത കാറ്റിലും മഴയിലും ചേർപ്പ്, പാർലം, വല്ലച്ചിറ മേഖലകളിൽ കനത്ത നാശം. ചേർപ്പ് മേഖലയിൽ വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമദിനം ആചരിച്ചു. ബിജെപി പാർലം പഞ്ചായത്ത് കമ്മിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കനത്ത കാറ്റിലും മഴയിലും ചേർപ്പ്, പാർലം, വല്ലച്ചിറ മേഖലകളിൽ കനത്ത നാശം. പെരുമ്പിളിശ്ശേരി വാട്ടർ ടാങ്ക് വഴിയിൽ വലിയ മരം കടപുഴകി വീണു. ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഇതുവഴി ചേർപ്പിലേക്ക് പോകുന്നവർ പൂത്തറയ്ക്കൽ വഴി തിരിഞ്ഞു പോകണമെന്ന് അധികൃതർ അറിയിച്ചു. വല്ലച്ചിറ പട്ടിലങ്ങാടിയിൽ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു. ചൊവ്വൂർ പുല്ലോക്കാരൻ പുറിഞ്ചു ജോബിയുടെ ജാതിമരങ്ങൾ കാറ്റിൽ നിലം പതിച്ചു. ജാതിമരം ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മറിഞ്ഞു വീണും നാശമുണ്ടായി. മരം വീണ വെങ്ങിണിശ്ശേരി അറയ്ക്കൽ മഹേഷിന്റെ വീടിന് കേടുപാടുണ്ടായി. പറമ്പിലെ നിരവധി മരങ്ങൾ മറിഞ്ഞു വീണിട്ടുണ്ട്. സമീപത്തെ മതിലും തകർന്നു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ച് മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KPCC മുൻ ട്രഷറർ KK കൊച്ചു മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. 1957 കേരളത്തിന്റെ ഗവൺമെന്റ് എന്നെ പിരിച്ചുവിടണമെന്ന് ശുപാർശ ചെയ്തപ്പോൾ, പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി അത് ശുപാർശ ചെയ്തപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ കേരളത്തിലെ ഗവൺമെൻറ് പിരിച്ചുവിടാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ ലോക ജനത എന്നെ എങ്ങനെ വിലയിരുത്തും എന്നതിനെക്കുറിച്ചാണ് എനിക്ക് ആശങ്കയുള്ളത്. ഇന്ത്യയിലെ ജനത എന്നല്ല പറഞ്ഞത്, ലോകത്തിലെ ജനത. അപ്പം ലോകത്തിലെ ജനതയെ ഭയപ്പെട്ടുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി അധികാരത്തിലിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ്, TN ഉണ്ണികൃഷ്ണൻ, IA വിൽസൺ, KR പിയൂസ്, ഷാജൻ കൈപ്പള്ളി, KP സുബ്രൻ, VB സുരേന്ദ്രൻ, PH ഉമ്മർ, CA കരീം, CN പ്രേംഭാസി, P സന്ദീപ് സെലിയപ്പ, AS ഉണ്ണികൃഷ്ണൻ, ജോൺ G ആലപ്പാട്, ബൈജു സെയിന്റ് ജോൺ, സുലോചന സന്തോഷ്, VO ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP പാർലം പഞ്ചായത്ത് കമ്മിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അറക്കൽ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ, മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് കൊന്നക്കൻ, ഷാജി കരളിക്കൽ, പ്രദീപ് പാണപ്പറമ്പിൽ, ഷിജോ ഫ്രാൻസിസ്, സനോജ് ചുള്ളിയിൽ, ബിന്ധ്യ കണ്ണൻ, അനീഷ് ബാബു, സുനിൽ G മാക്കൻ, ലിജീവ് പയ്യപ്പാട്ട്, അനിത പ്രസന്നൻ, ഡാലി ബിനോയ്, ബിനു രാജ്, രാധാകൃഷ്ണൻ, VN സുമ, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർമാരായ PA അബ്ദുൾ മജീദ്, AS ഉണ്ണികൃഷ്ണൻ, ലതാ സുരേന്ദ്രൻ, KK രാമൻ, സെക്രട്ടറി MS രേഖ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് ബാഗും പുസ്തകങ്ങളും പെൻസിലും പേനയും വാട്ടർ ബോട്ടിലും അടങ്ങിയ പഠനോപകരണങ്ങളാണ് നമ്മളിവിടെ വിതരണം നടത്തുന്നത്. ചുരുങ്ങിയ ചാർജിൽ ഗുണമേന്മയുള്ള കുട്ടികളുടെ പഠനോപകരണങ്ങൾ നമ്മളെല്ലാ കൊല്ലം ഇവിടെ വിൽപ്പന നടത്താറുണ്ട്. പ്രത്യേകിച്ച് നല്ല സാധനങ്ങളും
കുട്ടികൾക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങളും നമ്മുടെ വിതരണം ചെയ്യുക എന്നുള്ളത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ സമയം തൊട്ട് തന്നെ നമ്മുടെ ബാങ്കിൻ്റെ പാരമ്പര്യമാണ്. വിദ്യാർത്ഥികളെല്ലാം ഈ പരിസരത്ത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമെല്ലാം ഇതിനോട് പൂർണ്ണ സഹകരണമുണ്ട്. കൂടുതൽ നന്നായി കുട്ടികൾക്ക് ഇതിന് ഗുണം ലഭിക്കാനും വില കുറച്ച് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികം ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നന്ദകുമാർ കോങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി AD ജോണി, ബിജു പണിക്കശ്ശേരി, മണ്ഡലം നേതാക്കളായ CO ജോൺസൺ, AA റപ്പായി, മാലതി പരമേശ്വരൻ, ഡേവിസ് കണ്ണനായ്ക്കൽ, TV ജോൺസൺ, ജോസ് ചാഴൂർ, ശ്രീനിവാസൻ വെങ്ങാലി, ആന്റണി തെക്കേക്കര, സുബ്രഹ്മണ്യൻ കുറുവത്ത്, മാധവൻ, രവി കോപ്പക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് അമിനിശ്ശേരി മണ്ഡലം കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമദിനം ആചരിച്ചു. പുഷ്പാർച്ചനയിൽ മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ NR ചന്ദ്രൻ, രാജൻ നടുവിൽ, KR ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് AB, അനീഷ് MB, ശ്രീജിത്ത്, സുന്ദരാജൻ, VR ജിനീഷ്, ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുവത്തേരി നാട്ടുകൂട്ടം കലാം സാംസ്കാരിക വേദി ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. മിസിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ വിന്നർ ശ്രീപ്രിയ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ പരീക്ഷകളിലെ വിജയികളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി. AS രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. ബാബു സക്കാക്ക, KV ഋതിക, പഞ്ചായത്ത് അംഗം NB ശ്രീജിത്ത്, PN രഘു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. जय जनार्दना कृष्ण राधिकापते नन्दनन्दना कृष्ण रुक्मिणीपते പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മ ദിനാചരണം നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ ചടങ്ങിൽ നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് MB സജീവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ലൂയിസ് താണിക്കൽ, ഉക്രു പുലിക്കോട്ടിൽ, രേണുക റിജു, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ദാവീദ് ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴുപ്പള്ളിക്കരയിലെ മുനയം ബണ്ട് തകർന്നു. താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്ത് തീരം ഇടിയുകയാണ്. 8 കുടുംബങ്ങൾ ഭീതിയിലാകുന്നു. കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് മുനയം ബണ്ട്. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്ത കനോലി കനാലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തിരികെ വരാതെ നോക്കാനുള്ള സംവിധാനമാണിത്. ഉപ്പുവെള്ളം തിരികെ കയറി സമീപ പ്രദേശങ്ങളിലെ കൃഷിക്കും ഗാർഹിക ആവശ്യത്തിനായുള്ള വെള്ളത്തിനും ദോഷമില്ലാതെ ഇരിക്കാനാണ് വർഷം തോറും 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് താൽക്കാലിക തടയണ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്നത്. മുളയും ചാക്കും മണ്ണും ചേർത്തുള്ള നിർമ്മിതിയിൽ അഴിമതി ഉണ്ടെന്നുള്ളത് സ്ഥിരം പരാതിയാണ്. ഓരോ സീസൺ കഴിയുമ്പോഴും ഉപയോഗിച്ച മണ്ണ് ഇവിടെ നിന്ന് മാറ്റുന്നത് പലരുടെയും കീശ നിറയ്ക്കാനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ആരോപണം. ഇത്തവണ പുതിയ ബണ്ട് പണിത ശേഷം അധിക ജലം വരുമ്പോൾ വെള്ളം ഒഴുകി പോകുന്നതിനായി വേണ്ട സംവിധാനങ്ങളും ഒപ്പം ഒരു കാവൽക്കാരനെയും ഏർപ്പാടാക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തവണ അത്തരം കാര്യങ്ങൾ ഇറിഗേഷൻ വകുപ്പ് ചെയ്തില്ല എന്നാണ് ആക്ഷേപം ഉയരുന്നത്. തൽഫലമായി കരുവന്നൂർ പുഴ നിറഞ്ഞ വെള്ളമെത്തിയപ്പോൾ ബണ്ട് തകർന്ന വെള്ളം കനോലി കനാലിലേക്ക് പ്രവഹിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്തുള്ള 8 കുടുംബങ്ങൾ
വെള്ളപ്പൊക്ക ഭീതിയിലാണ് കഴിയുന്നത്. വെള്ളം കുത്തിയൊലിച്ചു പോയി തുടങ്ങിയത് മുതൽ ഇവർ താമസിക്കുന്ന പ്രദേശം പുഴയിലേക്ക് ഇടിഞ്ഞു പോകുന്നതായി പറയുന്നു. വിഷയത്തിൽ അടിയന്തര നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കർഷകരെയും തീരദേശവാസികളെയും ദുരിതത്തിലാക്കി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നിർമ്മാണം അട്ടിമറിച്ചു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി MLAയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷനായി. ഭാരവാഹികളായ ജിൽസ് പാവറട്ടി, ശരത് കുമാർ, ജനീഷ് വയനാടൻ, മണ്ഡലം പ്രസിഡന്റ്മാരായ അനീഷ് എലവത്തൂർ, അരുൺ വെങ്കിടങ്ങ്, സനിഷ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിനാസ് മങ്ങാടൻ, ഫാസിൽ, നബീൽ വാടാനപ്പള്ളി, ശ്രീരാഗ് പേനകം എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,935 രൂപ, പവന് 71,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കനത്ത കാറ്റിലും മഴയിലും ചേർപ്പുപാറളം വല്ലച്ചിറ മേഖലകളിൽ കനത്ത നാശം. ചേർപ്പ് മേഖലയിൽ വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമദിനം ആചരിച്ചു. BJP പാർണം പഞ്ചായത്ത് കമ്മിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.